കണ്ണൂർ നഗരത്തിലെ വിവിധയിടങ്ങളിലായി വ്യാപകമായി തെരുവുനായുടെ ആക്രമണം ഉണ്ടാകുന്നു. ഇന്നലെ 56 പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത്. പിന്നാലെ ഒരു നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതോടുകൂടി ആശങ്ക ഒഴിവാകുന്നു എന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെയല്ല. ഇന്ന് രാവിലെ ആദ്യം 11 പേർ തെരുവുനായുടെ കടിയേറ്റു ആശുപത്രിയിലേക്ക് വന്നു. പിന്നാലെ 5 പേർ കൂടി നായയുടെ കടിയേൽക്കുന്ന സാഹചര്യമുണ്ടായി. നിരവധി പേരെ നായ പിന്തുടർന്ന് കടിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പഞ്ചായത്തും കോർപ്പറേഷനും ഒക്കെ നായ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇതിനൊരു കൃത്യമായ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് നിരവധി പേർ തെരുവുനായുടെ കടിയേറ്റ് ചികിത്സ തേടി എത്തുന്നുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? എന്നെ ജെട്ടിക്കൻ്റെ അടിച്ചത് കാറ് പറഞ്ഞു. ചെറിയ കൊച്ചുനായി ഞാൻ ഇങ്ങനെ ഇരുന്നേ കടിച്ചു വിട്ടു. പുറകിലൊന്നും മേടിക്കുകയായിരുന്നു. അല്ല, ചെറിയതായി കളിച്ചേരം കടിച്ചു വിട്ടാണ്. അവിടേക്ക് ഈ തെരുവുനായുടെ ശല്യം ഉള്ളതാണോ? കൊണ്ടവൻ നായനൊന്നും കടിച്ചിട്ട് ആരും കടിച്ചില്ല. ഇത് ചെറിയ നായി കടിച്ചു വിട്ടാണ്. ഇതാദ്യമായിട്ടാണ്? അല്ല, എന്നെ മുമ്പാദ്യം കടിച്ചത്. ഇപ്പോൾ കടിച്ച് നായി ഫുട്പാത്തിലൂടെ നടന്നു വരുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് ഒരു എലിന്ത് പോലത്തെ ഒരു നായിയാണ്. അപ്പോൾ ഞാനത്ര ഇതാക്കിയില്ല. പിന്നെ ഇന്നലത്തെ സംഭവം എൻ്റെ മൈൻഡിൽ പോയില്ല. അപ്പോൾ ഞാൻ മൂത്രമൊക്കെ ആ നായ അതിലേക്കിട്ട് വന്നിട്ട് ബാക്ക് വന്നിട്ട് കടിച്ച പാട് പിന്നെ കുടയുണ്ടായിരുന്നു. കുടയനെ കൊണ്ട് ഞാൻ ചെറിയ ചാരൽ മഴയുണ്ട് കുടയനെ കൊണ്ട് ഞാൻ കൊടുത്ത്. അപ്പോഴൊക്കെ ഞാൻ വീണുപോയി. വീട്ടിച്ചിട്ട് ഇപ്പം എനിക്ക് ടെൻഷനായി. ഇത് ആരിക്കാലും ഉണ്ടാവുമല്ലോ. വീണ പറഞ്ഞ കുടയനെ കൊണ്ട് പിന്നെ മുകളിലേക്ക് വരികയാണ്. ഇത് പിടുത്തം വിട്ടിട്ട് മുകളിലേക്ക് വരികയാണ്. മുകളിലേക്ക് വരാൻ ഞാൻ കൊടേനെ കൊണ്ട് വീണ്ടും കൊടുത്തു. കൊടേൻ്റെ പിടീനെ കൊണ്ട് ഇവിടെ കൊടുത്ത് ഞാൻ പിടിവിട്ടിട്ട് സ്ലോല ഓട്ടമൊന്നുമില്ല, ഇത് സ്ലോ മോഷനിൽ പോവാണ്. അതാണ് എത്തിച്ചോ. മറ്റുള്ള പ്രാണെന്നായെന്ന് വെച്ചാൽ ഒരു പക്ഷേ നല്ല ശൗര്യമാണ് കടിക്ക്. ഇത് ഒരു വല്ലാത്തൊരു എന്താ ഒരു പൊസിഷൻ ഇതാണ്. കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കടിച്ച് പറിച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല. ഒരു 6 മണിക്ക് മുന്നേ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മുന്നിലോട്ടേക്ക് നടന്നു വരുത്തുക. അപ്പോൾ റോയൽ ഹോമേഴ്സ് ഹോട്ടലുണ്ട് അവിടെ മുമ്പ് ഒരു നായി സൈഡിലോട്ട് പോകുന്നുണ്ട്. ഞാൻ പിന്നെ നായി അവിടെ കണ്ണൂർ കുറേ നായിയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ മൈൻഡാക്കിയില്ല. മൈൻഡാക്കിൽ കുറച്ച് കടന്ന് അപ്പോൾ കുറച്ച് മുന്നിലെടുത്തിയപ്പോൾ നായി തിരിഞ്ഞു വന്ന് എന്നെ കടിച്ചു. അപ്പുറം ഭയത്തിന് കടി കൊണ്ടത് പാൻറ്റിലാണ്. പിന്നെ ചെറിയൊരു പോറൽ വന്നു. അതുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ അടിച്ചിട്ട് പോകാന്ന് വെച്ചു. SBI പരിസരം, പ്രഭാ ജംഗ്ഷൻ പരിസരം, റെയിൽവേ സ്റ്റേഷൻ, പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം, അങ്ങനെ നിരവധി സ്ഥലങ്ങളിലായാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടാകുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. 2 വയസ്സുള്ള കുട്ടിക്ക് ഉൾപ്പെടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ചേച്ചി, എന്താ സംഭവിച്ചത്? നായി കടിച്ച് இப்போதான் கடிச்சு வந்துக்கிட்டே போன பெடுக்குன்னு பிடிங்கி உடையங்கவே அது ஆட்டோ வந்து உட்காருமா சொல்லி சேடு உடைங்கவும் ஒத்தது அப்படியே 2 பல்லு போகிறோம். ഒരു നായായിരുന്നു ഉണ്ടായിരുന്നത്? ஒரு நாயா ஒரு பல்லு போட்டு வெட்டுக்குள்ள பிடிக்க ஒரே என்னங்க ஒரே அது. ഇതുപോലെ നിരവധി പേർ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തെരുവുനായുടെ ശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമെന്ന് അധികൃതർ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം മേയർ ഇവിടെ എത്തുകയൊക്കെ ചെയ്തതാണ്. അപ്പോഴും എങ്ങനെ ഈ ശല്യം ഒഴിവാക്കാം എന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഇതിപ്പോൾ നിരവധി പേർ ഓരോ സമയത്തായി ജില്ലാ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വരുന്ന സമയത്ത് തന്നെ ആദ്യം 11 പേർ വരുന്നു, പിന്നാലെ 5 പേർ വരുന്നു. അങ്ങനെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായാണ് തെരുവുനായുടെ ശല്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നായെ പിടികൂടുന്നതിനാവശ്യമായ നടപടികൾ ഊർജിതമായി തുടരുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇതിങ്ങനെ ഓരോ സമയത്തായി, ഓരോ മണിക്കൂറുകളായി, മിനിറ്റുകൾ ഇടവിട്ട് തെരുവുനായുടെ ശല്യം ഉണ്ടാവുകയാണ്. ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ആശങ്ക ഒഴിവാകണമെന്നുള്ള കാര്യം തന്നെയാണ് അവർ അധികൃതർക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷിനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.